ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 2025 ഹാഫ് ഇയർലി എക്സാമിന് വന്ന ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ്. കുടിക്കാൻ പറ്റും, ഉളൂ ചെയ്യാൻ പറ്റില്ല, ഏതാണ് എന്നാണ്. അപ്പോൾ ഇവിടെ കുടിക്കാൻ പറ്റും, ഉളൂ ചെയ്യാൻ പറ്റാത്ത തോഹിറാണ്. അപ്പോൾ ഇവിടെ ജ്യൂസാണത്. പുഴയിലെ വെള്ളം, കടലിലെ വെള്ളമൊക്കെ തൊഹൂറ്, അത് കുടിക്കാനും ഉളൂ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജ്യൂസ് എന്നത് ശരിയടപ്പെടുത്താം. ഇനിയാ കുളിയുടെ ഫർളുകളിൽ പെട്ടതാണ്. കുളിയുടെ ഫർള് 2, അതിൽ 1 ഇവിടെ നിയ്യത്ത് ചെയ്യൽ വന്നിട്ടുണ്ട്, നമുക്കത് അടയാളപ്പെടുത്താം. ഇനി നിസ്കരിക്കൽ ഹറാമാണ്. നിസ്കരിക്കൽ ഹറാമാണ് ആര്? ഹയലോ നിഫാസോ ഉള്ളവർ നിസ്കരിക്കൽ ഹറാമാണ്. അപ്പോൾ ഇവിടെ ഹയലുകാരി എന്നത് ടിക്ക് ചെയ്യാം. വിസർജിക്കാൻ പാടില്ലാത്തൊരു സ്ഥലം, പൊതുവഴിയിൽ വിസർജിക്കാൻ പാടില്ല. അടുത്തത് ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? ഭക്ഷണം കഴിക്കലാണോ, ഉറങ്ങലാണോ, ജോലി ചെയ്യലാണോ എന്നാണ്. എന്താണ്? ഉറങ്ങൽ ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അടുത്തത് വന്നത് എനിക്ക് കരുണ ചെയ്യണമേ എന്നർത്ഥം. എന്താണ് എനിക്ക് കരുണ ചെയ്യണമേ എന്നത്? വർഹംനി എന്നതാണ് അവിടെ ശരിയടപ്പെടുത്തേണ്ടത്. ഇനി ചേരുംപടി ചേർക്കാനാണ്. വത്തവല്ലനി എന്നത് നമ്മൾ ഏതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്? വത്തവല്ലനി ഫീമൻ തവല്ലൈത്ത്, കുനൂത്തിൽ നിന്നാണ് വന്നത്. പിന്നെ ഒമാ അന എന്താണ്? മിനൽ മുഷ്രിക്കീൻ. വാഫിനി ഫീമൻ ഓഫൈത്ത്. അന്നല്ലാഫത്തു മിനൽ ഈമാൻ. വബാരിക്കിലി ഫീമ ആഴ്ത്തൈത്ത്. അപ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ലെറ്റർ അതിൻ്റെ നേരെ എഴുതി കൊടുക്കാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? പൂർണ്ണമായി ഡാഷ് ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കും. എന്താണ്? പൂർണ്ണമായി ഉളൂ ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കും. അല്ലാഹു തആല അല്ലാതെ ഡാഷ് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. എന്താണ്? അല്ലാഹു തആല അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. ഇനിയോ വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. പിന്നെ ഇഴജന്തുക്കളുടെ മാളത്തിൽ വിസർജനം പാടില്ല. അപ്പോൾ മാളത്തിൽ എന്ന് വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കാം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ വമഹിയായ വമമാത്തി എന്നത് നമുക്ക് വിട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ കബരി വമിൻ അദാബിന്നാർ. അവിടെ മിൻ അദാബിൽ കബരി എന്നത് എഴുതി കൊടുക്കണം. ഇനി തൂങ്ങി ഉറങ്ങിയാൽ ഉളൂ മുറിയുമോ? ഇല്ല, തൂങ്ങി ഉറങ്ങിയാൽ ഉളൂ മുറിയില്ല. പിന്നെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുന്നതാണ്. പിന്നെ കുളിയുടെ ഫർളുകൾ എത്ര? കുളിയുടെ ഫർളുകൾ 2. വെള്ളമല്ലാതെ ശൗചത്തിന് ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവിൻ്റെ പേര്. നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ, ഇഷ്ടമുള്ളത് എഴുതാം. അടുത്തത് നിസ്കാരം തൂണാണ്. എന്തിൻ്റെ തൂണാണ്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. സജ്ജനങ്ങൾ എന്നതിൻ്റെ അറബി പദം എന്ത്? സോലിഹൂൻ എന്നതാണ് സജ്ജനങ്ങൾ. ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഉളൂ മുറിയുമോ? ഉളൂ മുറിയും, അവർ അന്യരാണ്. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 2 കുല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീണാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. എപ്പോഴാണ്? വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റമുണ്ടെങ്കിൽ. 2 കുല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീണാൽ വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റമുണ്ടെങ്കിൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. ഉളൂയിൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്ത്? ഞാൻ ഉളൂ ചെയ്യുന്നു എന്ന്. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്? ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഹറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. കുളിക്കുമ്പോൾ സൂക്ഷിച്ചു കഴുകേണ്ട 4 സ്ഥലങ്ങൾ: മടമ്പ്, പൊക്കിൾ, ചെവി, ചുക്കിച്ചുളിഞ്ഞ സ്ഥലം, പീളക്കുഴി ഒക്കെ നമുക്ക് എഴുതാട്ടോ. പിന്നെന്താണ്? ഇത്തക്കൂലായിനെ, ഏതാണവ? ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും അവരുടെ തണലിലും വിസർജിക്കൽ. ശാപനിമിത്തമായ 2 കാര്യങ്ങൾ ഇത്തക്കൂലായിനെ. പിന്നെ അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്?
നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. അടുത്തത് സുജൂദിൽ 3 തവണ ചൊല്ലേണ്ട ദിക്ർ ഏത്? സുബ്ഹാന റബ്ബിയൽ ആയില വബിഹംദിഹി. അടുത്തതാ തബാറക്കത്ത റബ്ബന വതആലൈത്. സാരം എഴുതണം. എന്താണ്? ഞങ്ങളുടെ രക്ഷിതാവേ നീ വിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ നീ വിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. അടുത്തത് രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തിൽ കുറിപ്പ് എഴുതാനാണ്. ഏതാ വന്നത് നമുക്ക്? കുളിയുടെ സുന്നത്തുകൾ, വുളൂ ചെയ്യേണ്ട രൂപവും. അപ്പോൾ നമ്മുടെ ഓരോ ചാപ്റ്ററാണത്. കുളിയുടെ സുന്നത്തുകൾ പറയുന്ന ഒരു ചാപ്റ്ററുണ്ട്, വുളൂ ചെയ്യേണ്ട രൂപവും. അപ്പോൾ അതിന്ന് 5 വരി കുറയാതെ നമുക്ക് എഴുതാൻ കഴിയണം. പിന്നെ അടുത്തത് വന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചിട്ടും പിന്നെ നിസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടും. അപ്പോൾ അതും നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓപ്ഷണൽ ചോദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതാം. അപ്പോൾ ഇത്രയാണ് ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അടുത്ത എക്സാമിലേക്ക് സെക്കൻഡ് പാർട്ട് നന്നായിട്ട് പഠിച്ച് അതിലേക്ക് ഒരുങ്ങുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.